സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമ്പളം മുതൽ ഷിറിയ വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണ് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, കല്ലങ്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലങ്കയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും ഇവിടുത്തെ വർക്ക് എങ്ങനെയായിരുന്നെന്ന്. ഇപ്പോൾ ഇതിന് മുകളിൽ പോവാൻ റാമ്പ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറുവശത്തും, അതായത് വലതുവശത്തെ 3 വരി പാതയിലും ഇപ്പോൾ റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പോകുമ്പോൾ, ഞാൻ ഹൊസങ്കടി ഭാഗത്തേക്ക് പോകുമ്പോൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വരുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തും ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം തന്നെ ക്രെയിൻ കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോ കുമ്പള വരെ ആയിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പുതിയ അതായിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഏകദേശം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് മറുവശത്ത്. ഈ വശത്ത് ഏകദേശം 2 RE പാനലുകൾ ഇനി ഉയർത്താൻ ബാക്കിയുണ്ട്. സുഹൃത്തുക്കളെ, കുമ്പള 2-ാം പാലത്തിൻ്റെ വർക്കുകൾ അതിവേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് അതേ സൈഡ് തന്നെ റീറ്റെയിൻ വാള് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ സാധിക്കും. ഇനി ഏകദേശം 2-3 സ്പാനിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടക്കാൻ ബാക്കിയുള്ളത്. ബാക്കി 4 സ്പാനിൻ്റെയും കോൺക്രീറ്റ് സ്ലാബ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കാണാം, ഇവിടെ ഒരു സെൻട്രിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി 2 കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ പാലത്തിൻ്റെ വർക്ക് ഇവർ നടത്തിക്കൊണ്ട് വരുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഏകദേശം മനസ്സിലാവും. കാരണം 4 സ്പാനിൻ്റെ വർക്ക്, കോൺക്രീറ്റ് വർക്കാണ് പെട്ടെന്ന് തീർത്തത്. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഈ ഭാഗത്തെ എത്ര വർക്ക് നടന്നു തന്നെ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും. അതിനുശേഷമുള്ള വർക്കിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് വർക്ക് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതേപോലെ തന്നെ ആരിക്കാടി അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഇവിടെ ജസ്റ്റ് ഫ്രിക്ഷൻ സ്ലാബുകൾ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വശത്ത് മുഴുവനായിട്ടും ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ വെറ്റ് മിക്സ്, അതായത് GSP മെറ്റലിട്ട് അതിന് മുകളിൽ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇടതുവശത്തും ഫ്രിക്ഷൻ സ്ലാബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യാനുള്ള നല്ല ടൈമാണ് പിടിക്കുന്നുള്ളത്. എന്നിട്ട് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടുള്ളത്. ചെറിയ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റിലുള്ള റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ പാലം അങ്ങനെ തന്നെ 2 വരിയായിട്ട് തുടരും. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ടെൻഡർ വിളിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉപ്പള പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതായത് പഴയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടികൾ അതിലെ ഓടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീട് അടുത്ത് തന്നെ ഉണ്ടാവും, അടുത്ത ദിവസങ്ങളിലുണ്ടാവും. അപ്പം നിങ്ങൾ കാണാം. അതേപോലെ തന്നെ ഈ ചെറിയ പാലവും സെറ്റ് ചെയ്യും. പിന്നീട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി എഞ്ചിനീയർ ആണ് ഇതിൻ്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പാലം പൊളിക്കേണ്ടി വരിക. അല്ല, ബലക്ഷയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പൊളിക്കാതെ നിൽക്കുന്നത്. ഇപ്പോൾ നല്ല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോൾ മഴ പെയ്താൽ കുറച്ച് പ്രശ്നങ്ങളാവും. മഴ പെയ്ത് മണ്ണ് കുതിർന്നാൽ പിന്നെ ഇവർക്ക് വർക്കിൻ്റെ സ്പീഡ് കുറയും. ഇപ്പോൾ നല്ല സ്പീഡിലാണ് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.